നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ പൊതുവെ വർദ്ധിച്ചു വരുന്ന ഒന്നാണ് ലിവർ സിറോസിസ്. ലിവർ സിറോസിസ് എങ്ങനെ പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാമെന്നും കരളിനെ എങ്ങനെ സംരക്ഷിക്കാമെന്നുമുള്ള വിഷയമാണ് ഹലോ ഡോക്ടറിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിനായി കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കരൾ ഉദരരോഗ വിഭാഗത്തിലെ ഡോക്ടർ വൈ പ്രവീൺ കുമാറാണ് നമുക്കൊപ്പം ചേരുന്നത്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. സ്ഥിരമായി ഇപ്പോൾ കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് ലിവർ സിറോസിസ്. എന്താണ് ശരിക്കും ലിവർ സിറോസിസ്? നമസ്കാരം. തുടക്കത്തിൽ തന്നെ ഈ ആരോഗ്യവാനായ ഒരാളുടെ ശരീരത്തിലെ കരൾ എന്ന് പറഞ്ഞാൽ ഒരു തവിട്ട് കലർന്ന ചുവപ്പ് നിറത്തോടു കൂടി ഏകദേശം 1.5 കിലോഗ്രാം തൂക്കം വരുന്ന ഒരു അവയവമാണ്. ഇതിൻ്റെ ഉപരിതലം വളരെ മിനുസമുള്ളതും ലിവർ വളരെ മൃദുവായതുമായ ഒരു അവയവമാണ്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ലിവറിൻ്റെ ഈ പുറത്തുള്ള ഈ കവറിങ്ങും അതുപോലെ ലിവറിൻ്റെ മൃദുത്വവും മാറി ലിവറിനകത്തുള്ള സംയോജന കോശങ്ങളുടെ നിയന്ത്രിതമല്ലാത്ത രീതിയിലുള്ള അപകടം കാരണം ലിവറിനകത്ത് വടുക്കളായി മാറുന്ന ഒരവസ്ഥയുണ്ട്. ഇത് കാരണം ലിവറിൻ്റെ ഉപരിതലം പരുപരുത്തതും ഇറഗുലറായിട്ട് മാറുകയും ചെയ്യുന്നു. മൃദുവായ ലിവർ വളരെ കട്ടി കൂടി അവസാനം ഒരു കല്ല് പോലെ ആവുന്നതും ചെയ്യുന്ന അവസ്ഥയാണ് ലിവർ സിറോസിസ് എന്ന് പറയുന്നത്. ഈ ലിവർ സിറോസിസ് മാറ്റം മൂലം നമ്മുടെ സംയോജിത കലകളുടെ ക്രമരഹിതമായ പ്രവർത്തനം കാരണം പ്രധാനപ്പെട്ട ജീവൽ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അപകടത്തിലാവുകയും അത് ഒരു പക്ഷേ രോഗിയുടെ ജീവൻ തന്നെ അപകടത്തിലേക്കാവുന്ന ഒരവസ്ഥ. ഈ ഒരു അവസ്ഥാവിശേഷത്തിനെയാണ് നമ്മൾ ലിവർ സിറോസിസ് എന്ന് പറയുന്നത്. ഡോക്ടർ, നമുക്കിപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ജോസഫ് ചോദിച്ചോളൂ. വിളിക്കാൻ കാര്യം എൻ്റെ നോർമൽ ഒരു ചെക്കപ്പ് നടത്തിയപ്പോഴത്തേക്ക് SGPT SGOTയും ഒക്കെ 122ഉം 100 സംതിങ് ഒക്കെ വന്നായിരുന്നു. കേൾക്കാമോ? അപ്പോഴേ കാർഡിയോ ഡോക്ടർ പറഞ്ഞു ഇതേപോലെ ഈ കാസ്ട്രോയുടെ ഒരു ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കാണിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു മെഡിസിൻ തന്നു. അങ്ങനെ ഒരു മെഡിസിൻ 500 mg രാവിലെയും വൈകിട്ടും ഓരോന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നായിരുന്നു. പക്ഷെ അതപ്പം ഗ്രാജുവലി കുറഞ്ഞിട്ട് 70-75 ആ റേഞ്ചിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ പിന്നെ വീണ്ടും അത് ഞാനൊരു എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു CT സ്കാൻ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ CT സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും സിവിയർ ഗ്യാസ് ക്രോണിക് ഇതാണെന്ന് പറഞ്ഞു. ക്യാൻസറസിന്റെ മുഴയൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്തോ അതായത് CT സ്കാൻ എടുത്തപ്പോഴത്തേക്കും ക്യാൻസറസ് അല്ല, പക്ഷെ ഇതിന്റെ ഫങ്ഷൻ എല്ലാം കുറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഇതെല്ലാം കൂടിയിട്ടുണ്ടെന്നാണ് അവർ കാണിച്ചേക്കുന്നത്. ഞാൻ ഡോക്ടറെ അത് കാണിച്ചിട്ടില്ല. ഞാൻ നാളെ പോകത്തേ ഉള്ളൂ. ഇത്രയുമാണ്. ഇപ്പം എനിക്കിത് ചികിത്സിച്ച് ഭേദമാക്കി നോർമൽ ജീവിതത്തിലോട്ട് വരാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയാനാണ് ഞാൻ വിളിച്ചത് താങ്കളെ. 100% ഇത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. പക്ഷേ അതിന് വേണ്ട ഉപാധികൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അസുഖം ആദ്യമായി കൃത്യമായി കണ്ടുപിടിക്കണം. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് ഈ അസുഖം വന്നു, എന്ത് കാരണം കൊണ്ട് ഈ അസുഖം വന്നു, ഇപ്പോൾ ഏതവസ്ഥയിലാണ് നമ്മുടെ ലിവറിൻ്റെ സ്ഥിതി നിൽക്കുന്നത്. ഈ 3 കാര്യങ്ങളെ അപേക്ഷിച്ചാണ് അതിൻ്റെ ചികിത്സാ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ നേരത്തെ താങ്കൾ പറഞ്ഞ SGOT അല്ലെങ്കിൽ SGPT അത് മാത്രം കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് ലിവറിൻ്റെ അസുഖത്തെ പറ്റി പറയാൻ പറ്റില്ല. നമ്മൾ കംപ്ലീറ്റ് LFT എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബിലിറുബിൻ, SGOT, SGPT, ടോട്ടൽ പ്രോട്ടീൻ, ആൽബുമിൻ, ആൽക്കലിൻ ഫോസ്ഫേറ്റേസ്, INR ഇതിനെപ്പറ്റിയുള്ള വിവരണം താങ്കളുടെ തന്നിരിക്കുന്ന വിവരണത്തിൽ മനസ്സിലാവുന്നില്ല.
അപ്പോൾ ആ വിവരണം കൂടുതലായിട്ട്, കാരണം ലിവറിനെ സംബന്ധിച്ച് അത് ട്രാൻസ്പോർട്ട്, അതായത് അതിൻ്റെ യാത്രാ വിവരണം കൊണ്ടുണ്ടാകുന്ന അസുഖമാണോ, അതല്ല ബിലിറുബിന്റെ കോഞ്ചുഗേഷൻ എന്ന് പറഞ്ഞത് അതൊരു രാസപ്രവർത്തനം അതുകൊണ്ടുള്ള അസുഖമാണോ, ലിവർ നമ്മുടെ ഉള്ളിലുള്ള അതിന്റെ സംഭരണശേഷിയും അതുപോലെ തന്നെ നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണോ, ലിവർ പുറന്തള്ളുന്ന അല്ലെങ്കിൽ അതിന്റെ വിസർജ്യ വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണോ, അല്ല ലിവറിന് രക്തപര്യന വ്യൂഹവുമായിട്ട് അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട അസുഖമാണോ എന്ന് തീർത്തും കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മുഴുവൻ LFT ആവശ്യമുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലിവറിന്റെ ഇപ്പൊ ഈ LFT എന്ന് പറഞ്ഞാൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ആണ്. ലിവറിന്റെ പ്രവർത്തനമാണ് നമ്മൾ നോക്കുന്നത്. ലിവറിന്റെ ഘടനയെ പറ്റി താങ്കൾ CT സ്കാനിൽ പറഞ്ഞ വിവരണം അപൂർണമാണ്. ലിവറിന്റെ ആർക്കിടെക്ചർ എങ്ങനെയാണ്, ലിവറിനുള്ളിലുള്ള സിരകൾ എങ്ങനെയാണ്, ധമനികൾ എങ്ങനെയാണ്, അതിന്റെ കോശങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയതിന് ശേഷം അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അത് നിങ്ങൾ അടുത്തുള്ള ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കണ്ടാൽ തീർച്ചയായും അദ്ദേഹം നിങ്ങളെ കൃത്യമായ രീതിയിൽ ഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും. എങ്കിലും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ലിവറിന്റെ ഒരു കാര്യം മനസ്സിലാക്കുക, 65% ലിവർ പ്രവർത്തനരഹിതമാകുമ്പോൾ അല്ലെ അത് ഇത്രയും ബാധിക്കുമ്പോൾ മാത്രമേ ലിവറിന്റെ അസുഖത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ നമ്മൾ കാണാവുള്ളൂ. അപ്പൊ ലക്ഷണങ്ങളും ഒന്നും ഇല്ല എന്ന് വെച്ചിട്ട് കരളിന് അസുഖമില്ല എന്ന് അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ തന്നെ കൃത്യമായ രീതിയിലുള്ള രോഗനിർണയം ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ കൃത്യമായ രീതിയിൽ രോഗനിർണയം ശേഷം ഇപ്പോൾ താങ്കൾക്ക് മനസ്സിലായി, അവിടെ വേറൊന്നും മനസ്സിലായിട്ടുണ്ട്, അവിടെ ക്യാൻസറസ് ആയിട്ടില്ല, ബാക്കി സ്റ്റേജുകളൊന്നും വന്നിട്ടില്ല, അഡ്വാൻസ്ഡ് സ്റ്റേജ് വന്നിട്ടില്ല. തീർച്ചയായും അത് ഈ നേരത്തെ പറഞ്ഞ വിവരണങ്ങൾ കൊണ്ട് കൃത്യമായ ചികിത്സകളും കൃത്യമായ രോഗനിർണയവും കാരണം പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. നിർബന്ധമായിട്ടുള്ള കാര്യം കൃത്യമായ രോഗനിർണയമാണ്. ജോസഫിന് ക്ലിയർ ആയോ? ശരി, പ്രേക്ഷകന് വ്യക്തമാണെന്ന് കരുതുന്നു. ഡോക്ടർ, മദ്യം കഴിക്കുന്നവരിലാണ് ലിവർ സിറോസിസ് വരുന്നതെന്നാണ് പൊതുവെ നമ്മൾ പറയപ്പെടുന്നത്. എന്നാൽ മദ്യപാനശീലം ഇല്ലാത്തവരിലും ഈ രോഗം കണ്ടുവരാറുണ്ട്. അതായത് സ്ത്രീകളിലും ഇപ്പോൾ ഈ ഒരു രോഗാവസ്ഥ സർവ്വസാധാരണമാണല്ലോ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഓക്കെ, ഈ ലിവർ സിറോസിസ് നേരത്തെ പറഞ്ഞ പോലെ ലിവറിന് ഉള്ളിലത്തെ ലിവറിന്റെ ഘടനയും പ്രവർത്തനവും തകരാറിലാക്കുന്ന ഏതൊരു കാരണം കൊണ്ടാണോ ആ ലിവർ സിറോസ് വന്നത്, ഇതാണ് ലിവർ സിറോസിന്റെ പരിണത ഫലമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ ലിവർ സിറോസിസ് ഉണ്ടാക്കുന്ന ആയിരക്കണക്കിന് കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് മദ്യം. അപ്പോൾ മദ്യം മാത്രം കൊണ്ടാണ് ഈ ലിവർ സിറോസ് വന്നു എന്നും പറയാനായിട്ട് പറ്റില്ല. കാരണം മദ്യം കഴിക്കാത്ത ആൾക്കാരിൽ ഇത് വരുന്നുണ്ട്, കുട്ടികളിൽ ഇത് കാണുന്നുണ്ട്, സ്ത്രീകളിൽ ഇത് കാണുന്നുണ്ട്, മറ്റുള്ളവർക്കും ഇത് കാണുന്നുണ്ട്. ഒരുപാട് കാരണങ്ങൾ, ഒന്ന് മാത്രമാണ് മദ്യം. ഇതാണ് എൻ്റെ ക്ലിയർ കട്ടായിട്ടുള്ള എക്സ്പ്ലനേഷൻ. നമ്മളെ കാണാനായിട്ട് OP-യിലും നമ്മുടെ ക്ലിനിക്കിലും വരുന്ന ഒരുപാട് രോഗികൾ ചോദിക്കുന്ന ചോദ്യം, ഡോക്ടർ ഞാൻ മദ്യം കഴിക്കാറില്ല, പിന്നെ എനിക്ക് എങ്ങനെ സിറോസിസ് വന്നു? അതിന് ക്ലിയർ കട്ടായ കാരണം ലിവർ സിറോസിന് മദ്യം ഒരു കാരണം മാത്രമാണ്, ഒരുപാട് കാരണങ്ങളിൽ. ഡോക്ടർ, നമുക്കിപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്ന് സാമുവലാണ്. സാമുവൽ, ചോദിച്ചോളൂ. ഓക്കെ ഡോക്ടർ നമസ്കാരം. നമസ്കാരം, സാമുവൽ പറഞ്ഞോളൂ. സാമുവൽ ചോദിച്ചോളൂ. പറഞ്ഞോളൂ സാം. സാറേ, ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഇത് നമുക്ക് കണ്ടുപിടിക്കുന്നത്, ഇതിന് ഈ രോഗം ഒന്ന് പറയാം. എനിക്ക് എന്താ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇത് നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പം ടോയ്ലറ്റിൽ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങാറുണ്ട്. അത് ഇതിന്റെ ഒരു സിംറ്റം ആണോ? സാധാരണയായിട്ട് യൂറിൻ പാസ് ചെയ്യുമ്പോൾ പതഞ്ഞു പൊങ്ങുന്നത് നമ്മുടെ വൃക്ക സംബന്ധമായ രോഗങ്ങൾക്കാണ് സാധാരണയായിട്ട് ഇങ്ങനെ കാണാറ്. പക്ഷേ അഡ്വാൻസ്ഡ് സിറോസിസ് അതിന്റെ അവസാനത്തെ സ്റ്റേജിൽ എത്തുമ്പോൾ അത് കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും നമ്മൾ ഈ IgA നെഫ്രോപ്പതി എന്നൊക്കെ പറഞ്ഞ ഒരു അസുഖമുണ്ട്. അത് സാധാരണഗതിയിൽ ആൽക്കഹോളിക്സ് അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സിറോസിസുമായിട്ട് വരുന്ന രോഗികളുടെ കിഡ്നി ഇൻവോൾവ് ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ അത് ഈ മൂത്രം പതയായിട്ട് പോകും. സാധാരണയിൽ 99% അത് വൃക്ക രോഗത്തിന്റെ ലക്ഷണമാണ്, കരൾ രോഗത്തിന്റെ ലക്ഷണമല്ല. താങ്കൾ നേരത്തെ ചോദിച്ച പോലെ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി.
ആദ്യഘട്ടങ്ങളിൽ ഏതാണ്ട് 65% ലിവർ പ്രവർത്തനരഹിതമാകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ വരുള്ളൂ. അപ്പോൾ നമ്മുടെ ഉദ്ദേശം അത് വളരെ ആരംഭദശയിൽ തന്നെ കണ്ടുപിടിച്ച് ചികിത്സിച്ച് ഇതിനെ പൂർണ്ണമായും തുടച്ചു നീക്കാം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അകാരണമായി വരുന്ന ക്ഷീണം, രക്തം ഛർദ്ദിക്കുക, അല്ലെങ്കിൽ വയറിന് നമ്മളെ മലദ്വാരം വഴി കറുത്ത കളറുള്ള മലം പോവുക, അല്ലെങ്കിൽ രക്തം പോവുക, വയറ് വീർക്കുക, വയറിൽ വെള്ളം കെട്ടുക, അപസ്മാരം വരിക, നമ്മുടെ ബോധാവസ്ഥയിൽ വ്യത്യാസം വരിക, കൈകാല് ശോഷിച്ചിരിക്കുക, ക്രമേണ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വളരെ മോശമായ അവസ്ഥയിലേക്ക് പോവുക. ഇതാണ് അഡ്വാൻസ്ഡ് സിറോസ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ. ഈ സിറോസിസ് വന്ന് കിടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ വീണ്ടും ഒരു വില്ലൻ ലിവർ ക്യാൻസർ എന്ന രൂപത്തിൽ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സാമുവൽ പറഞ്ഞത് ആരംഭഘട്ടത്തിൽ തന്നെ കൃത്യമായ രീതിയിലുള്ള രോഗനിർണയം വളരെ പ്രധാനമാണ്. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ. ശരി, പ്രേക്ഷകന് വ്യക്തമാണെന്ന് കരുതുന്നു. ഡോക്ടർ, അശാസ്ത്രീയമായ ചികിത്സാ രീതികൾ ലിവർ സിറോസിസിന് കാരണമാകാറുണ്ടോ? തീർച്ചയായും. കാരണം നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ലിവർ സിറോസിസ് വന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇതല്ലാത്ത രീതിയിലുള്ള ഒരുപാട് ഈ അശാസ്ത്രീയ രീതികൾ, കാരണം ഇപ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് ഒരുപാട് ജനങ്ങൾക്കിടയിലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർക്കിടയിലും ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണിത്. നമുക്ക് തന്നെ നമ്മുടെ ഒരുപാട് സെലിബ്രിറ്റികൾ നഷ്ടപ്പെട്ടു പോയ ഒരു പ്രത്യേക രീതിയിലുള്ള അസുഖം തന്നെയാണ്. അത് സിനിമാ ഫീൽഡിലായി കഴിഞ്ഞാലും രാഷ്ട്രീയ ഫീൽഡിലായി കഴിഞ്ഞാലും, കാരണം ഒരുപാട് ആൾക്കാർ നമ്മളുമായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. ഒരുപാട് സെലിബ്രിറ്റികളുടെ ഒരു ഡോക്ടർ എന്ന നിലയിൽ കൂടി ഞാൻ പറയുകയാണ്, പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ അല്ലാണ്ട് ഈ അശാസ്ത്രീയ രീതിയിലുള്ള കാരണങ്ങൾ, ഉദാഹരണമായിട്ട് സ്ത്രീകളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ എല്ലാവരും എന്ന് പറയുന്നില്ല, വളരെ ചില അശാസ്ത്രീയമായ രീതിയിലുള്ള അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷം അശാസ്ത്രീയ രീതിയിലുള്ള പല മരുന്നുകളും കഴിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. മാത്രമല്ല കൃത്യമായ തെളിവുകളും അവർ ഹാജരാക്കുന്നുണ്ട്. ഇത് പലപ്പോഴും ശാസ്ത്രീയ പിൻബലമില്ലാത്ത കാര്യങ്ങളാണ്. അത് നല്ല രീതിയിൽ പ്രസവം കഴിഞ്ഞു അല്ലെങ്കിൽ ആ കാര്യം എന്ത് തന്നെയാലും ഇത് കഴിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അത് യഥാർത്ഥ ശാസ്ത്രീയമല്ലാത്ത അല്ലെങ്കിൽ അശാസ്ത്രീയമായ നേരത്തെ പറഞ്ഞ പ്രസവ രക്ഷകൾ കഴിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ കൊഴുപ്പിൻ്റെ കോശങ്ങളിൽ വരുന്ന രാസവ്യതിയാനം കാരണം അത് ലിവറിനകത്ത് പ്രവർത്തിക്കുകയും ലിവറിനകത്തുള്ള സംയോജിത കലകൾ ഒരു വടുക്കളായി മാറുന്ന, ഒരുപാട് വടുക്കളായി മാറി അത് ലിവർ സിറോസിലേക്ക് പരിണമിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങൾ, ഈ അശാസ്ത്രീയമായ ചികിത്സ ചില രീതിയിലുള്ള പ്രസവരക്ഷ ഒരു കാരണമാണ്. അത് കൂടാതെ ഇപ്പോൾ നമ്മുടെ യുവതലമുറയെ ബാധിക്കുന്ന ഒന്ന് ലഹരി വസ്തുക്കൾ, രണ്ടാമത്തെ കാര്യം ഈ വെയിറ്റ് കുറക്കുക, നമ്മുടെ ശരീരത്തിൻ്റെ തൂക്കം കുറക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പരസ്യ വിപണികളിൽ ഒരുപാട് പരസ്യങ്ങളിൽ, അതല്ലെങ്കിൽ നമ്മൾ സ്ത്രീകളുടെ സൗന്ദര്യം കൂട്ടാനായിട്ട് അല്ലെങ്കിൽ മുഖ സൗന്ദര്യം കൂട്ടാനായിട്ട് പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതുവേണ്ടി കഴിക്കുന്ന ഒരുപാട് മരുന്നുകൾ, പത്രപരസ്യങ്ങൾ അല്ലെങ്കിൽ TV പരസ്യങ്ങൾ, അതല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ മാത്രം കണ്ടിട്ട് അതിൻ്റെ ശാസ്ത്രീയ പിൻബലമില്ലാത്ത കുറേ പ്രൊഡക്റ്റുകൾ നമ്മുടെ ആൾക്കാർ കഴിക്കുന്നുണ്ട്. ഇതിനെയാണ് ഈ അശാസ്ത്രീയ ചികിത്സ. ഇത് കൂടാതെ ഇന്നത്തെ വിഷയം സിറോസിസ് ആണെങ്കിലും മഞ്ഞപ്പിത്തം ആണ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ ഏറ്റവും പ്രധാനമായിട്ട് അല്ല ആദ്യമായിട്ട് ആശ്രയിക്കുന്നത്, കാരണം നമ്മൾ ചികിത്സിക്കാത്ത മഞ്ഞപ്പിത്ത രോഗത്തിൻ്റെ പരിണതഫലം കൂടിയാണ് ഈ സിറോസിസ് എന്ന് പറയുന്നത്. ഈ മഞ്ഞപ്പിത്ത രോഗങ്ങൾക്ക് അന്നേരം നമ്മുടെ നാട്ടുകാർ പലരും, എല്ലാവരും എന്ന് പറയുന്നില്ല, പലരും ആശ്രയിക്കുന്നത് അശാസ്ത്രീയ ചികിത്സാ രീതിയാണ്. ഇത് പലപ്പോഴും കരൾ പരാജയത്തിലേക്കും കരൾ സിറോസിലേക്കും ഒരുപക്ഷെ ലിവർ ക്യാൻസറിലേക്കും നയിക്കാം. ഡോക്ടർ, നമുക്കിപ്പോൾ വയനാട്ടിൽ നിന്ന് ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. അശോകനാണ്. അശോകൻ ചോദിച്ചോളൂ. ഡോക്ടർ, കോൾ കട്ടായെന്ന് കരുതുന്നു. ഈ ലിവർ സിറോസിസ് രോഗത്തെ നേരത്തെ എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്? ഓക്കെ, ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ലിവർ സിറോസിസിന്റെ ആരംഭഘട്ടങ്ങളിൽ അതിന് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. ഏകദേശം 60-65% ലിവർ പ്രവർത്തനരഹിതമാകുമ്പോൾ മാത്രമേ ഈ ലിവർ സിറോസിന്റെ ആദ്യ ലക്ഷണങ്ങൾ പലപ്പോഴും വരാറുള്ളൂ. ഈ ഘട്ടങ്ങളിൽ പലപ്പോഴും രോഗം എത്തുന്നത് തന്നെ ഒരു മൂർധന്യാവസ്ഥയിലാണ്. ഇതാണ് ഈ ചോദ്യത്തിന്റെ പ്രസക്തി. എങ്ങനെ ഇത് ആരംഭഘട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കാം? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പ്രത്യേകിച്ച് രോഗിയോട് ചോദിക്കുമ്പോൾ രോഗികൾക്ക് എന്തെങ്കിലും ലക്ഷണമുണ്ടോ? എല്ലാവർക്കും ലക്ഷണങ്ങൾ വേണം നിർബന്ധമില്ല. വളരെ അപൂർവം ചില ആൾക്കാർക്ക്
ക്ഷീണം, അകാരണമായി വരുന്ന ക്ഷീണം ഒരു ലക്ഷണമാണ്. ക്ഷീണം കരൾ രോഗത്തിന് മാത്രമല്ല പല രോഗങ്ങൾക്കും കോമൺ ആയിട്ട് അല്ലെങ്കിൽ പൊതുവായിട്ട് വരുന്ന ഒരു ലക്ഷണമാണത്. നമുക്ക് നേരത്തെ എങ്ങനെ കണ്ടുപിടിക്കാം വെച്ചാല്, ഒന്ന് ലിവറിന്റെ പ്രവർത്തനം അറിയാനുള്ള കരൾ പരിശോധന റിസൾട്ടാണ്, അതായത് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയും. ഈ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് ലിവറിന്റെ ഏത് ഭാഗത്താണ് ഇത് പ്രോബ്ലം എന്ന് ഏതാണ്ട് കൃത്യമായി തന്നെ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ കരൾ പരിശോധന എന്ന് വെച്ചാൽ പൊതുജനങ്ങളുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്, അതിൽ ഒരുപാട് ആസ്പെക്റ്റുകളുണ്ട്, ഒരുപാട് ഘടകങ്ങളുണ്ട്. ബിലിറുബിൻ എന്ന് പറയുന്ന ആദ്യത്തത്. ഈ ബിലിറുബിൻ സാധാരണയായിട്ട് ജന്മനാ കൂടുന്ന ബിലിറുബിൻ ഉണ്ട്, അല്ലാത്ത ബിലിറുബിൻ ഉണ്ട്. ഈ ജന്മനാ കൂടുന്ന ബിലിറുബിൻ പലരും പേടിച്ചിട്ട് അയ്യോ ഇത് മഞ്ഞപ്പിത്തമാണെന്ന് പറഞ്ഞ് പേടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. ഇതിന് നമ്മൾ ഗിൽബർട്ട് രോഗം എന്നാണ് പറയുക. അതിന് പ്രത്യേക ഒരു ചികിത്സയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. അതല്ലാത്ത ഒരു കാരണങ്ങൾ കൊണ്ടുവരുന്ന ബിലിറുബിനാണ്. ബിലിറുബിന്റെ ട്രാൻസ്പോർട്ട് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിലിറുബിന്റെ നിർമ്മാണ പ്രക്രിയ മുതൽ അതിന്റെ രാസപ്രവർത്തനങ്ങൾ വരെ ഉള്ള കാരണങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഉള്ളത് SGOT SGPT എന്നുള്ളതാണ്. ലിവറിനകത്തുള്ള കോൺജുഗേഷൻ ഫംഗ്ഷൻ. ഉദാഹരണം പെട്ടെന്നുള്ളൊരു മഞ്ഞപ്പിത്തം, നമ്മളിപ്പോൾ കേൾക്കാറുണ്ട് മഞ്ഞപ്പിത്തം A അല്ലെങ്കിൽ B മഞ്ഞപ്പിത്തം, C മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ E മഞ്ഞപ്പിത്തം. ഈ മഞ്ഞപ്പിത്തങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കരളിനെ ബാധിക്കുന്ന മദ്യപാനം മൂലമുള്ള മഞ്ഞപ്പിത്തം, അതൊക്കെ ആദ്യം ബാധിക്കുന്നത് SGOT SGPT ആണ്. അത് ക്രമേണ കൂടി വന്നിട്ടാണ് പിന്നെ അത് അസുഖത്തിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്താറ്. അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. പിന്നീട് ഇത് കാരണം ലിവറിന്റെ രാസപ്രവർത്തനം അല്ലെങ്കിൽ നിർമ്മാണ പ്രക്രിയ ബാധിച്ചിട്ടുണ്ടോ അതറിയാനുള്ള ടെസ്റ്റാണ് ടോട്ടൽ പ്രോട്ടീൻ അല്ലെങ്കിൽ ആൽബുമിൻ എന്ന് പറഞ്ഞ സാധനം. പല സിറോസിസ് രോഗികളുടെയും ടോട്ടൽ പ്രോട്ടീൻ സാധാരണഗതിയിൽ ബാധിക്കില്ല, പക്ഷെ ആൽബുമിൻ ക്രമാതീതമായി കുറയുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. പിന്നെയുള്ളത് INR. ഇന്റർനാഷണൽ നോർമലൈസ് റേഷ്യോ എന്നതിന്റെ പൂർണ്ണ രൂപം. അത് നമ്മുടെ രക്തം കട്ട പിടിക്കുന്നതുമായിട്ട്, കാരണം ലിവറാണ് രക്തം കട്ട പിടിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കുന്നത്. അപ്പൊ ലിവറിനെ ബാധിക്കുന്ന രക്തം കട്ട പിടിക്കുന്ന ഈ പദാർത്ഥങ്ങളെ ബാധിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പല്ല് തേക്കുമ്പോൾ രക്തം വരിക, അല്ലെങ്കിൽ രക്തം ഛർദ്ദിക്കുക, അതിൽ മലത്തിലൂടെ കറുത്ത കടലിൽ പോവുക, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവേറ്റ് കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങാൻ ഒരുപാട് സമയം എടുക്കുക തുടങ്ങിയ കാര്യങ്ങളുള്ളത്. അതൊന്ന്. രണ്ടാമത്തെ വെച്ചാൽ ലിവറിന്റെ ഘടന നോക്കാനായിട്ട് നമുക്ക് ഇപ്പൊ നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് സാധാരണക്കാർക്ക് കിട്ടാവുന്ന ഒരു ശരി ഡോക്ടർ, പരിശോധനയാണ് നമുക്ക് ഈ ചോദ്യത്തിലേക്ക് തിരികെ ലിവറിന്റെ. വരാം. ഞാനൊന്ന് ഇടപെടുകയാണ്. നമുക്ക് ഓക്കെ. കരുവാറ്റയിൽ നിന്ന് ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ബിനുവാണ്. ബിനു ചോദിച്ചോളൂ. ഹലോ ബിനു ചോദിച്ചോളൂ. ഹലോ ബിനു, പറഞ്ഞോളൂ. ഹലോ സാറേ, എന്റെ ഹൃദയത്തിന്റെ താഴെ വാരിയലിന്റെ ഭാഗത്തായിട്ട് താഴെ ഇങ്ങനെ ഒരു വേദനയുണ്ട്. അത് കുറച്ചു നാളായിട്ടുണ്ട്. കേൾക്കാവോ സാറേ? പൂർണ്ണമായിട്ട് കേട്ടില്ല. ഹൃദയത്തിന്റെ ഇടത്ത് സൈഡ്, ഹൃദയത്തിന്റെ ഇടത് ഭാഗത്ത് താഴെയായിട്ട് ഒരു വേദനയുണ്ട്. ഓക്കെ അന്നേരം അത് ഓക്കെ ഇടത് ഭാഗത്ത്. കുറച്ചു നാളായിട്ടുണ്ട്. അത് ഓക്കെ ഇടത് ഭാഗം ഹൃദയത്തിന്റെ താഴെയായിട്ട് ഒരു വേദനയുണ്ട് കുറച്ചു നാളായിട്ട്. ഓക്കെ 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 ആ ഓക്കെ റൈറ്റ്. ആ ഹൃദയത്തിന്റെ താഴെ എന്ന് വെച്ചാൽ നെഞ്ചിന്റെ താഴെ ഭാഗത്തെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. നെഞ്ചിന്റെ താഴെ ഭാഗത്ത് വയറിനുള്ളില് അവിടുത്തെ പ്രധാനപ്പെട്ട അവയവങ്ങൾ, നമ്മുടെ പ്ലീഹ ഗ്രന്ഥിയുണ്ട്, അവിടെ കുടലിന്റെ ഒരു ഭാഗമുണ്ട്, ലിവറിന്റെ ഇടത് ഭാഗവും ആ ഭാഗത്താണ് അവിടെ കിടക്കുന്നുള്ളത്. പാൻക്രിയാസ് ഉണ്ട്, പാൻക്രിയാസ് എന്ന് പറഞ്ഞ ഗ്രന്ഥിയും പിന്നെ കുറച്ച് സംയോജിത കോശങ്ങൾ ആ ഭാഗത്തുണ്ട്. അപ്പോൾ ഇത് ഏത് അവയവത്തിന്റെ അസുഖം മൂലമാണ് താങ്കൾക്ക് വരുന്ന ഈ ഇടതുഭാഗത്തെ വേദന എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു സ്ക്രീനിങ് ചെയ്യാനായിട്ട് നമുക്കൊരു അൾട്രാസൗണ്ട് പരിശോധന ആദ്യമായി ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ താങ്കൾ വ്യായാമം ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ദിനചര്യകളൊക്കെ കൃത്യമായിട്ട് അനുസരിക്കുക, ഭക്ഷണം കൃത്യമായിട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പൊതുവെ ഇതുപോലുള്ള കാരണമില്ലാതെ വരുന്ന ഇടതുഭാഗത്തുള്ള വേദനയും ആവാം. ഇത് പലപ്പോഴും ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അതാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഹലോ ശരി ഡോക്ടർ, നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഹലോ. എന്താണ് ഈ രോഗത്തിന്റെ പ്രധാന രോഗലക്ഷണങ്ങളെന്നും എങ്ങനെ ഈ രോഗത്തെ തിരിച്ചറിയാമെന്നുമാണ്. നേരത്തെ ഡോക്ടർ തുടർന്നോളൂ. എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം? അത് അൾട്രാസൗണ്ട് പരിശോധന വഴി നമ്മുടെ ലിവറിനെ ഇത് ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഏതാണ്ട് തിരിച്ചറിയാനായിട്ട് പറ്റും. അതിനേക്കാൾ ഈ അൾട്രാസൗണ്ട് പരിശോധന എന്ന് പറഞ്ഞാൽ അതെപ്പോഴും 100% ആയിട്ട് ഒരു ഫുൾ പ്രൂഫ് അല്ല. അൾട്രാസൗണ്ട് പരിശോധന, അപ്പോൾ അൾട്രാസൗണ്ട് ഇന്നതാണ് റിസൾട്ട് വെച്ചാൽ 100% നമ്മളത് വിശ്വസിക്കണമെന്നില്ല. അപ്പോൾ ലിവറിന്റെ കട്ടി അല്ലെങ്കിൽ ലിവറിന്റെ സ്റ്റിഫ്നെസ്സും കൂടി, ആ ലിവറിന്റെ കട്ടിയാവുന്ന അവസ്ഥയിലാണല്ലോ നമ്മൾ സിറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ലിവറിന്റെ കട്ടി
കട്ടി നോക്കാനുള്ള ഒരു ടെസ്റ്റാണ് നമ്മൾ വളരെ സർവ്വസാധാരണമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഫൈബ്രോ സ്കാൻ, അതിന്റെ മുഴുവനായിട്ടുള്ള സാധനത്തിൽ ഫൈബ്രോ ഇലാസ്റ്റോഗ്രാം എന്നാണ് പറയുക. ഇത് ലിവറിനുള്ളിലേക്ക് ചില തരംഗങ്ങളെ കടത്തിവെട്ടി അതിനെ കട്ടി അളക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള പരിശോധനയാണ്. ഇത് ഓൾമോസ്റ്റ് 80-90% നമുക്ക് സിറോസിസ് വളരെ വ്യക്തമായിട്ട് ആരംഭത്തിൽ തന്നെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റും. ഇത് കൂടാതെ മറ്റു രക്തപരിശോധന, ലിവറിന്റെ കോംപ്ലിക്കേഷൻസ് നോക്കാനായിട്ട് INR എന്ന് പറഞ്ഞ രക്തം കട്ടപിടിക്കാനുള്ള ഒരു പരിശോധന, അതല്ലെങ്കിൽ AFB ആൽഫ ഫീറ്റോ പ്രോട്ടീൻ എന്ന് പറയുന്ന ലിവർ ക്യാൻസർ സ്ക്രീൻ ചെയ്യാനുള്ള ഒരു പരിശോധന തുടങ്ങിയ പരിശോധനകൾ വഴി വളരെ ക്ലിയർ മനസ്സിലാക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കാണുന്ന ഒരു അസുഖമാണ് പൊണ്ണത്തടി, അല്ലെങ്കിൽ നമ്മുടെ നിസ്സംഗത കൊണ്ട്, അല്ലെങ്കിൽ വ്യായാമമില്ലാത്ത, അല്ലെങ്കിൽ ജങ്ക് ഫുഡ് കഴിക്കുന്നത് മൂലം വരുന്ന ഒരു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് നാഷ്, NASH എന്ന് വെച്ചാൽ കരളിനകത്ത് കൊഴുപ്പടിഞ്ഞുകൂടി നമ്മുടെ കരളിന്റെ പ്രവർത്തനം താറുമാറാക്കുകയും അതുവഴി നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം തന്നെ, ഒരുപക്ഷെ ഹൃദയാഘാതം വന്നേക്കാം, സ്ട്രോക്ക് വന്നേക്കാം, അല്ലെങ്കിൽ ശരീരം കിഡ്നി പ്രോബ്ലം വന്നേക്കാം. ഇതൊക്കെ കാരണമാകുന്ന ലിവറിനെ ബാധിക്കുന്ന ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കാണുന്ന ഒരു അസുഖമാണ് നാഷ്, അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസ്. ഇപ്പോൾ അതിന്റെ പുതിയ പേര് മാഷ് എന്നാണ്. മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ രാസപ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസുഖമാണ്. ലിവർ അതിനൊരു കാരണം മാത്രമെന്നേ ഉള്ളൂ. അതാണ് നാഷ് അല്ലെങ്കിൽ മാഷ് എന്ന് പറയാം. MASH, മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റിയറ്റോട്ടിക് ലിവർ ഡിസീസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. മലയാളമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതൊക്കെ വളരെ നേരത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സകൾ അപ്പോൾ തന്നെ തുടങ്ങുകയും അതുവഴി പൂർണ്ണമായിട്ട് നമുക്ക് ഈ ലിവർ സിറോസിനെ ഉന്മൂലനം ചെയ്യാനും പറ്റും. കൃത്യമായ രീതിയിലുള്ള രോഗനിർണയമാണ് ഏറ്റവും പ്രധാനം. ഇത് കൂടാതെ നമ്മുടെ നാട്ടിൽ വളരെ സർവ്വസാധാരണമായി കാണുന്ന മറ്റൊരു വൈറസ് ബാധ മൂലമുള്ള ലിവർ സിറോസിസ്, പ്രത്യേകിച്ച് ഹെപ്പറ്റൈറ്റിസ് B അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് C എന്ന ഈ രണ്ട് നമ്മുടെ വളരെ മാരകമായ രണ്ട് വൈറസുകൾ കാരണവും ലിവർ സിറോസ് വരാം. വ്യക്തമാണ് ഡോക്ടർ. ഈ ഒരു രോഗാവസ്ഥ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാനാകുമോ? പരിഹാര മാർഗങ്ങൾ എന്തെല്ലാമാണ്? അതുപോലെ തന്നെ ഈ ഒരു രോഗാവസ്ഥ വന്നാൽ കരൾ മാറ്റ ശസ്ത്രക്രിയ ചെയ്യേണ്ടതുണ്ടോ? എക്സാക്ട്ലി. നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഇപ്പോഴത്തെ ഈ സംഭാഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പലർക്കും അറിയാത്ത അല്ലെങ്കിൽ അന്ധവിശ്വാസം കൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാരണമാണ് ഏകദേശം എല്ലാ ലിവർ ഡിസീസുകളും ജനിതക പാരമ്പര്യം അല്ലെങ്കിൽ ജനിതക അല്ലെങ്കിൽ പാരമ്പര്യം ഇല്ലാത്ത ബാക്കി ഏകദേശം എല്ലാ കരൾ രോഗങ്ങളും നമുക്ക് കൃത്യമായ രോഗനിർണയത്തിലൂടെ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചു മാറ്റാനായിട്ട് പറ്റും. ഇപ്പോൾ പറഞ്ഞ എന്താണ് ഇതിന്റെ ചികിത്സകൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ വൈറസ് ആണ്, ഇപ്പം നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയും മൂലമുണ്ടാകുന്ന ലിവർ സിറോസിസ്, അതിന് വളരെ ഫലപ്രദമായ മരുന്നുകൾ ഇപ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രികളിലും പ്രൈവറ്റ് ആശുപത്രികളിലും ഒക്കെ ലഭ്യമാണ്. സർക്കാർ ആശുപത്രി അത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ അത് പൊതുജനങ്ങൾ പലപ്പോഴും അത് ഉപയോഗിക്കാറില്ല എന്ന് മാത്രം. പൂർണ്ണമായിട്ടും നമുക്കത് തുടച്ചു നീക്കാനായിട്ട് പറ്റും. പിന്നെയുള്ളത് നമ്മുടെ ആൽക്കഹോൾ മൂലമുള്ള കരൾ രോഗം അല്ലെങ്കിൽ സിറോസിസ്. ആൽക്കഹോൾ വർജിച്ചാൽ തന്നെ മതിയാവും. ആൽക്കഹോൾ നമ്മുടെ ഏത് പോയിന്റിൽ വെച്ചാണോ നമ്മൾ ആൽക്കഹോൾ നിർത്തുന്നത് ആ സ്പോട്ടിൽ ലിവറിന്റെ സിറോസിസ് നിന്നോളും. പിന്നെ നമ്മൾ കാണാൻ നമ്മളെ ചെമ്പിന്റെ അംശം നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോൾ വരുന്ന വിൽസൺ ഡിസീസ്, അല്ലെങ്കിൽ ഇരുമ്പിന്റെ അംശം നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോൾ വരുന്ന ഹീമോക്രോമറ്റോസ്, ഇത് രണ്ടും ലിവറിനെ ബാധിക്കുന്ന മറ്റ് അസുഖങ്ങളാണ്. പിന്നെ നമ്മുടെ കൊച്ചുകുട്ടികൾ കാണുന്ന കുറച്ച് അസുഖങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്ലൈക്കോജൻ സംഭരണ അസുഖങ്ങൾ. ഉദാഹരണമായിട്ട് ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ്. അതുമല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കാണുന്ന പീഡിയാട്രിക് നാഷ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ ഈ കാലം പോകുന്നതിനനുസരിച്ച് നമ്മുടെ കുട്ടികൾ ഏകദേശം 24 മണിക്കൂറും ഒന്നുകിൽ TV മുമ്പിലായിരിക്കും, മൊബൈൽ ഫോണിന്റെ മുമ്പിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മുമ്പിലായിരിക്കും. ഈ സ്ക്രീൻ ടൈം കുറച്ചാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ ലിവർ സിറോസിന്റെ ആഘാതം കുറക്കാനായിട്ട് പറ്റും. പിന്നെ ജങ്ക് ഫുഡുകൾ. ഈ ജങ്ക് ഫുഡ് എന്ന് വെച്ചാൽ അത് കഴിക്കുന്നത് അത് കൊച്ചു കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആഹാരമാണ് ജങ്ക് ഫുഡുകൾ. ഈ ജങ്ക് എന്ന് പറഞ്ഞാൽ വെറും ജങ്ക് എന്ന് മാത്രമല്ല, നമുക്കത് ഇംഗ്ലീഷ് എഴുതുകയാണെങ്കിൽ JUNCS ജങ്ക്സ് എന്നെടുക്കുകയാണെങ്കിൽ അതിൽ J എന്ന് പറയുന്നത് ജങ്ക് ഫുഡാണ്. U എന്ന് പറഞ്ഞാൽ അൾട്രാ പ്രോസസ്ഡ് ഫുഡ്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഏകദേശം എല്ലാ ഭക്ഷണങ്ങളും മധുരപരമായിട്ടുള്ള അല്ലെങ്കിൽ എരിവുപരമായിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും അൾട്രാ പ്രോസസ്ഡ് ഫുഡാണ്. അപ്പോൾ JU. നെക്സ്റ്റ് N നോൺ എഡിബിൾ എന്ന് വെച്ചാൽ നോൺ ന്യൂട്രീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അത് ഒരിക്കലും ന്യൂട്രീഷനായിട്ട് നമുക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളായിട്ട് നമ്മുടെ മാർക്കറ്റുകളിലും വിപണികളിലും സുലഭമാണ്. നെക്സ്റ്റ് ഉള്ളതാണ് ജങ്ക്സ്. ഈ കഫീൻ അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അല്ലെങ്കിൽ നമ്മൾ ഈ തംസ് അപ്പ്, കൊക്കക്കോള പോലുള്ള ചില കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. അത് നേരത്തെ പറഞ്ഞ നമ്മുടെ നേരത്തെ സെലിബ്രിറ്റികളുടെ അസുഖമായിട്ട് ഇതിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. നമ്മുടെ ദൗർലഭ്യം കാരണം കൊണ്ട് ഇപ്പോൾ പറയുന്നില്ലെന്നേ ഉള്ളൂ.
അപ്പോൾ അതാണ് പറയുന്നത്. നെക്സ്റ്റ് എസ് എന്ന് വെച്ചാൽ ഷുഗർ. നമ്മുടെ ഈ ഷുഗർ പ്രിപ്പറേഷനുള്ള എല്ലാ സാധനങ്ങളും, നേരത്തെ പറഞ്ഞ ജങ്ക്സ്, JUNCS, ജങ്ക്സ് എല്ലാം നമ്മുടെ ലിവറിന് വളരെ മോശമാണ്. ഇതൊക്കെ അങ്ങ് ഒഴിവാക്കുക. പിന്നെ നമ്മൾ കാരണം വെച്ചാൽ വ്യായാമത്തിൻ്റെ കാര്യമാണ്. വ്യായാമം നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ദിവസത്തിൽ 30 മിനിറ്റെങ്കിലും സാധാരണ രീതിയിലുള്ള വ്യായാമം, നടത്തം മതിയാവും. സാധാരണ നടത്തം. എല്ലാവർക്കും ട്രെഡ്മിൽ വേണം നിർബന്ധമൊന്നുമില്ല. ട്രെഡ്മില്ലാണെങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ സാധാരണ ഗ്രൗണ്ടിൽ ഓടുന്ന ഒരു ദിവസം 30 മിനിറ്റ്, അല്ലെങ്കിൽ ഒരു ദിവസം 45 മിനിറ്റ് പ്രകാരം ആഴ്ചയിൽ 5 ദിവസം. 30 മിനിറ്റ് ശരി ആണെങ്കിൽ ഡോക്ടർ, ആഴ്ചയിൽ 7 സമയത്തിന്റെ ദിവസം. പരിമിതി മൂലം ഇടപെടുകയാണ്. ലിവർ സിറോസിസ് എങ്ങനെ പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാമെന്നും കരളിനെ എങ്ങനെ സംരക്ഷിക്കാമെന്നുമുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടറിൽ സംസാരിച്ചത്. ഇന്ന് നമുക്കൊപ്പം വിവരങ്ങൾ പങ്കുവച്ചത് കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കരൾ ഉദരരോഗ വിഭാഗത്തിലെ ഡോക്ടർ Y പ്രവീൺ കുമാറാണ്. നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.